പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പരിശുദ്ധ അമ്മയെ പറ്റി ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. നമുക്കൊക്കെ അമ്മയെ ഏറെ പരിചയമുണ്ട്. അമ്മയില്ലാത്ത ഒരു ഭവനത്തെ പറ്റി ചിന്തിക്കുക എന്നത് വളരെ സങ്കടകരമാണ്. അനാഥരായ മക്കളെ പോലെ അമ്മയില്ലാത്ത ജീവിതം. ഇതുപോലെ തന്നെയാണ് ക്രൈസ്തവ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അമ്മയില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓരോ ദിവസവും എത്രയോ സങ്കടങ്ങളാണ് ജപമാലയിലൂടെ അമ്മ വഴി സ്വർഗത്തോട് പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെ ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയുടെ രീതിയൊക്കെ ഒന്ന് മാറുമെന്ന് എനിക്ക് തോന്നുകയാണ്. ജപമാല പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, മംഗളവാർത്ത എന്ന് പറയുന്ന, സന്തോഷ വാർത്ത എന്ന് പറയുന്ന വാർത്ത എന്ത് വാർത്തയാ? ഉത്തരം പറയുമോ? അതൊരു വലിയ ദുരിത വാർത്തയല്ലേ ആയിരുന്നേ? എന്നാൽ അമ്മയുടെ സമർപ്പണമല്ലേ അതിനെ മംഗളമാക്കി മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ ദുരിതങ്ങളെ മംഗളമാക്കാൻ നമുക്ക് അവസരം ലഭിച്ചു. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളെ കൊണ്ടോ, അറിവ് കുറവിനെ കൊണ്ടോ, അറിവ് കൂടുതലിനെ കൊണ്ടോ ഒക്കെ നമുക്കത് സാധിച്ചില്ല. ഈ സങ്കടം എങ്ങനെ മാറിപ്പോകണം എന്ന കാര്യത്തിലായിരുന്നു നമ്മുടെ ശ്രദ്ധ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹിക്കുന്ന ഒരു സുവിശേഷമാണ് പരിശുദ്ധയമ്മ. ഹല്ലേലൂയ. ഒന്ന് പരസ്പരം പറഞ്ഞേ, സഹിക്കുന്ന സുവിശേഷമാണ് പരിശുദ്ധയമ്മ. പറഞ്ഞേ, ഒരു സന്തോഷമില്ല അത് പറയുമ്പോ. സഹിക്കുന്ന സുവിശേഷമായിരുന്നു പ്രിയപ്പെട്ടവരെ. നമ്മൾ വ്യാകുലമാതോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? മാതാവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വാള് തറയ്ക്കുന്ന പടമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്കൊരു വിഷമമില്ല അല്ലേ? അത് മാതാവിന്റെ ഹൃദയത്തിലല്ലേ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ വ്യാകുലങ്ങളെ മുഴുവൻ രക്ഷാകരമാക്കി മാറ്റി. അവിടെയാ കൃപ. ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളും സാധിക്കും. ജീവിത സങ്കടങ്ങളിൽ, സഹനങ്ങളിൽ, പരാജയങ്ങളിൽ, പ്രതിസന്ധികളിൽ രക്ഷാകരമാക്കി മാറ്റാനാ ഒരു വിശ്വാസിയുടെ, ഒരു ക്രൈസ്തവന്റെ വിളി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാജയം എന്ന് പറയട്ടെ, പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. ദൈവത്തിന് നമ്മെ പറ്റിയൊരു പദ്ധതിയുണ്ട്, ശരിയാ. ആ പദ്ധതി നിറവേറ്റാൻ ആര് നിന്നു കൊടുക്കണം? ഞാനും നിങ്ങളും നിന്നു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അതിന് ചില അടിസ്ഥാന ബോധ്യമുണ്ടാകണം. അമ്മയുടെ ജപമാല ഇഷ്ട, അമ്മയെ ഇഷ്ടമൊക്കെ ശരിയാ. പക്ഷെ അമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഈ ബൈബിൾ ഉടനീളം നിങ്ങൾ നോക്കിക്കേ. സാധാരണ ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ദേവാലയത്തിൽ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടത്ത് മലാഖ മറിയത്തോട് വന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയാതെ നമുക്കൊക്കെ അറിയാം. മറിയം അസ്വസ്ഥമായി നമുക്കറിയാം. കൃപ നിറഞ്ഞവളെ സ്വസ്തി. സ്വർഗം കൃപയുള്ള ഒരാളായിട്ട് കണ്ടെത്തിയവളാ പരിശുദ്ധ മറിയം. കൃപ നിറഞ്ഞ നമുക്കൊരു അമ്മയുണ്ട്. വെറും അമ്മയല്ല പ്രിയപ്പെട്ടവരെ, കൃപ നിറഞ്ഞ ഒരു അമ്മ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അമ്മയുടെ പ്രത്യേകത എന്താ? അമ്മ വെറും ഒരു അമ്മയല്ല, കൃപ നിറഞ്ഞ സ്വർഗം സമ്മാനമായി തന്നൊരമ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ കൃപ നിറഞ്ഞ മറിയം എങ്ങനെയാണ് കൃപയുള്ളവളായി മാറിയത്? ജീവിതത്തിൽ കടന്നു വന്ന സകലമാന സങ്കടങ്ങളെയും വേദനകളെയും പരാജയങ്ങളെയും അപമാനങ്ങളെയും നിന്ദകളെയും പ്രിയപ്പെട്ടവരെ ദൈവ പദ്ധതിയുടെ ഭാഗമായി കണ്ടു. ശാന്തമായി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പിതാവിന്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി അവൾ അവളുടെ ജീവിതം വലിച്ചെറിഞ്ഞു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ കൃപയുള്ളവളായിട്ട് മാറിയത്. കൃപ ഇഷ്ടമല്ലേ? കൃപ വേണ്ടേ? എന്താ മിണ്ടാത്തെ? വരദാന ഫലങ്ങളൊക്കെ ഇഷ്ടമല്ലേ? കൃപ നിറയണമെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് ബലി കഴിക്കണം പ്രിയപ്പെട്ടവരെ. ഇതിന്റെ പേര് സമർപ്പണമെന്ന്. പരിശുദ്ധ മറിയം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം നമുക്കറിയാം, 38-ാം തിരുവചനം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞത് വെറും വാക്കല്ല, അതൊരു അതരം കൊണ്ട് സമർപ്പണമല്ല പ്രിയപ്പെട്ടവരെ. ജീവിതം വലിച്ചെറിയുകയായിരുന്നു സ്വർഗത്തിനു വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ നാളുകളായി നമ്മളും സമർപ്പിക്കുന്നു നമ്മുടെ ജീവിതം. നമ്മളെ തന്നെ സമർപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഇതൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് രക്ഷാകരമാകുന്നില്ല? നമ്മൾ ഇങ്ങനെയൊക്കെ സമർപ്പിക്കുമ്പോഴും എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നടക്കണം എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ആരുടെ ഇഷ്ടം നടക്കണം എന്ന് ആഗ്രഹിക്കണേ? ഒന്ന് പറഞ്ഞേ, പറയേ, ആത്മാർത്ഥമായിട്ട് പറയേ. നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാം എന്ത് നമ്മുടെ ഇഷ്ടമല്ല നടക്കണേന്ന്. പക്ഷെ അറിവിനേക്കാൾ അപ്പുറത്തത് അനുഭവമാക്കണമെങ്കിൽ വില കൊടുക്കണം. ഹല്ലേലൂയ.
അങ്ങനെ വില കൊടുത്തുകൊണ്ട് പരിശുദ്ധ മറിയം കൃപയിൽ നിലമെന്നത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇത് പലപ്പോഴും കൃപയുള്ള പലരെയും ഇന്ന് കാണുന്നില്ല. കാരണം എന്താ? പ്രതീക്ഷിക്കാത്ത സഹനങ്ങളും സങ്കടങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ വിട്ടുപോയി, വിശ്വാസം തകർന്നു പോയി പ്രിയപ്പെട്ടവരെ. ആരുടെയും കുറ്റമല്ല. പക്ഷേ അവസാനം വരെ തമ്പുരാനോട് ചേർന്നിരിക്കാൻ വിളികിട്ടിയവരാ നമ്മള്. എന്തോ അറിയില്ല, പലപ്പോഴും നമ്മള് പല ചോദ്യങ്ങളുമായിട്ട് ജീവിത പ്രതിസന്ധികളെ പകച്ചു നിൽക്കുകയാ. ബൈബിള് പറയാ, റോമർ ലേഖനം 9-ാം അധ്യായം 19-20 തിരുവചനം പറഞ്ഞു വെക്കുന്നു പ്രിയപ്പെട്ടവരെ, മനുഷ്യ എന്നോട് വാഗ്വാദം നടത്താൻ നീ ആരാ? ഞാൻ കുശവനും നീ കളിമണ്ണുമാണ്. ഏതെങ്കിലും പാത്രം എപ്പോഴെങ്കിലും അതിനുടമസ്ഥനോട് എന്തേ എനിക്ക് കൈപ്പിടി ഇടാഞ്ഞവെന്ന് ചോദിച്ചൊരു ചരിത്രമുണ്ടോ പ്രിയപ്പെട്ടവരെ? പക്ഷെ നമ്മൾ ഇന്ന് എന്താ ചോദിക്കണേ? നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വചനം വായിക്കുന്നുണ്ട്, പക്ഷെ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പറ്റാവുന്ന നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, ധ്യാനം കേൾക്കുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട്, വചനം എഴുതുന്നുണ്ട്. എന്നിട്ടും ചില തകർച്ചകള് നിഴലുപോലെ കൂടെ മടക്കുമ്പോ ഉള്ളിൻ്റെ ഉള്ളില് ചോദ്യമില്ലേ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? ഉണ്ടോ? നമുക്ക് ഈ ദൈവ പദ്ധതി ഇത് സ്വീകരിക്കുമ്പോഴാണ് സ്വന്തമാക്കാൻ സാധിക്കുക എന്ന് പലപ്പോഴും അറിവില്ലാഞ്ഞിട്ടാണോ, അത് അറിഞ്ഞിട്ടും അത് സ്വീകരിക്കാൻ പറ്റാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. അനേക മനുഷ്യരെന്ന് കടന്നു വരുന്നത് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നടന്നു കിട്ടാനാ. നല്ല കാര്യമാണ്. എന്തൊക്കെ ആവശ്യം നടന്നു കിട്ടിയാലും ഒരു ദിവസം ഈ കിട്ടിയത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് എവിടെ പോണം? പറയൂ. സ്വർഗത്തിൽ പോണ്ടേ? വേണ്ടേ? വേണം. അങ്ങനെയാണെങ്കിൽ ഏതാ കിട്ടണ്ടേ? ആദ്യത്തെ പ്രയോജനം എന്തിനു വേണ്ടി ആയിരിക്കണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കൊരിന്തോസ് 5-ാം അധ്യായം 15-ാം തിരുവചനം പറയാ, ജീവിക്കുന്നവൻ ഇനിയും തനിക്ക് വേണ്ടി ജീവിക്കാതെ, തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കാനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി ജീവിക്കണ്ടേ? ആർക്ക് വേണ്ടിയാ? എന്താ മിണ്ടാത്തെ? ആർക്ക് വേണ്ടിയാ ജീവിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ഇപ്പൊ ആർക്ക് വേണ്ടി ജീവിക്കണേ? ഇപ്പൊ എന്താ ഇവിടെ ഇരിക്കണേ ഇങ്ങനെ കരഞ്ഞിട്ട്? സ്വർഗം കിട്ടാത്തത് കൊണ്ടാണോ കരയണേ? ആണോ? അല്ല. നമുക്ക് എന്ത് കിട്ടാത്തതുകൊണ്ടാ കരയണേ? ചിലപ്പോ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എന്നാലും എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളൊക്കെ തന്നെയാ. എന്റെ വീട് ഒളരിയാ. ജീവിത പങ്കാളിയുണ്ട്, 5 മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു മകളും 4 ആൺകുഞ്ഞുങ്ങളാ. മോളുടെ കല്യാണം കഴിഞ്ഞു, 4 മക്കളുണ്ട്. മോന് 29 വയസ്സുണ്ട്, എന്റെ മൂത്ത മോന്. താഴെയുള്ള കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ അവന് പ്രഗ്നന്റ് ആയ സമയത്ത് ഇവിടെ വന്ന് ക്ലാസ് എടുത്ത് പോയതാ. ഇപ്പൊ അവന് 14 വയസ്സായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇവിടെ നിൽക്കണമെങ്കിൽ സന്തോഷത്തിന്റെ നിറവിലല്ല നിൽക്കണേ. പിന്നെ എങ്ങനെയാ നിൽക്കണേ? പരിശുദ്ധ അമ്മയെ പോലെ എല്ലാ ദുരിതങ്ങളും മംഗളമാക്കുന്ന ഒരു ദൈവ വിശ്വാസത്തിലാണ്, ഒരു ദൈവ ആശ്രയത്തിലാണ് പ്രിയപ്പെട്ടവരെ തമ്പുരാന്റെ കരുണയാൽ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ എല്ലാവർക്കും സാധിക്കും. ബോധ്യങ്ങളൊന്ന് മാറണം. 1 കൊരിന്തോസ് 15:19 പറഞ്ഞു, ഭൗതിക ജീവിതത്തിനു വേണ്ടി മാത്രമാണ് ഒരുവൻ ദൈവത്തെ ആശ്രയിക്കുന്നതെങ്കിൽ അവൻ മറ്റെല്ലാവരെക്കാളും നിർഭാഗ്യവാനാണ്. ആരാണ്? വേണ്ടെന്നല്ല കേട്ടോ പറയുന്നത്, അതിനുവേണ്ടി മാത്രമാവരുത് പ്രിയപ്പെട്ടവരെ. ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി കരം കോർക്കുവാൻ, അതെന്റെ കൂട്ടുത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ ജീവിതങ്ങളിൽ ഉണർന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നോളം പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ, നിയോഗങ്ങളുണ്ടെങ്കിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കട്ടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. കോടിക്കണക്കിന് മക്കളെ പ്രിയപ്പെട്ടവരെ യേശുവിനെ അറിയാത്തവരുണ്ട്. നമുക്കിന്ന് ഇവിടെ വന്നിരുന്ന് യേശുവിനെ കേൾക്കാൻ, ധ്യാനം കൂടാൻ, സ്തുതിക്കാൻ, പ്രാർത്ഥിക്കാൻ എല്ലാ സൗകര്യങ്ങളും കൂടിയുണ്ട്. പക്ഷെ കുർബാനയുണ്ട്, ആരാധനയുണ്ട്, ഒരു കാര്യങ്ങൾക്കും ഒരു തടസ്സമില്ല. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളുടെ കുടുംബം ഒരു മിഷണറി കുടുംബമാണ്. ഭാരതത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ കൂട്ടായ്മ. പ്രിയപ്പെട്ടവരെ, കടമ ചെല്ലുമ്പോൾ അവിടെയൊന്നും വിചാരിച്ച പോലത്തെ ഒരു സംവിധാനങ്ങളുമില്ല. ഒരു മരച്ചവിട്ടിലൊക്കെയാ പക്ഷെ കുർബാന അർപ്പിക്കുന്നത്.
സങ്കടകരമായ കാര്യങ്ങളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ രൂപങ്ങളൊന്നും അവിടെയില്ല. കൈയില്ലാത്ത കാലില്ലാത്ത രൂപങ്ങളാ. അച്ഛന്മാരുടെ വസ്ത്രമൊക്കെ കീറിപ്പൊളിഞ്ഞതാ. അവരുടെ ആ മേശയൊക്കെ സാധാരണ ഒരു മേശയാ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിൽ കഴിക്കുന്ന പിഞ്ഞാണൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. പാത്രമില്ല. ഇപ്പോഴൊക്കെ കുറെ മെച്ചപ്പെട്ടു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ ഭയക്കണം. രാഷ്ട്രീയ കക്ഷികൾ എപ്പോഴാണ് വെടിവെക്കുക കൊന്നുകളയാന്ന് ഒരു പിടുത്തവുമില്ല. നമ്മളൊക്കെ നോക്കിയാൽ ഫാൻ്റെ ചോട്ടിലെ ഫാനൊക്കെ നോക്കി അതിന്റെ ചുവട്ടിൽ എത്രയോ സേഫ് സോണിലായിരിക്കണേ. ഇതൊന്നും അറിയാത്തത് കൊണ്ട് ഇന്നും നമ്മുടെ പ്രാർത്ഥന രോഗികൾക്ക് വേണ്ടി, മദ്യപാനികൾക്ക് വേണ്ടിയാ. ലോക സുവിശേഷവൽക്കരണത്തിനു വേണ്ടി, ഭാരത സുവിശേഷവൽക്കരണത്തിനു വേണ്ടി, അതിനുവേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കടന്നുപോയ ഒത്തിരി മിഷണറിമാരുണ്ട് പ്രിയപ്പെട്ടവരെ. വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അൽമായ സുഹൃത്തുക്കളുണ്ട്, കുടുംബമുണ്ട്, ഏകസ്ഥരായി പോയവരുണ്ട്, മിനിസ്ട്രികളുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളൊന്നും അവർക്ക് കൂടി വേണ്ടി ആയിരുന്നേലൊന്ന് പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്കൊന്നും ഈ സംവിധാനമില്ല. ഒരു ദാഹിക്കുക, ഇങ്ങനെ ഒരുമിച്ച് കൂടി ധൈര്യത്തോടെ ഭയമില്ലാതെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ, ഒരു വചനം കേൾക്കാൻ. അവർക്കൊക്കെ ഇങ്ങനൊരു വചന സന്ദേശം കിട്ടിയാൽ അത് വലിയ ഒരു സമ്പത്താ, ഒരു വലിയ നിക്ഷേപമാണ് അവർക്ക്. നമുക്ക് പലപ്പോഴും ഇതൊന്നും വലിയ കാര്യമല്ല. നമ്മുടെ കാര്യത്തിന് വേണ്ടി വരുന്നു, അത് കഴിയുമ്പോൾ നമ്മൾ പോകുന്നു. ഇപ്പൊ ഈ ഒരു ആലയം നടക്കണമെങ്കിൽ തന്നെ നമുക്കറിയാം എത്രയോ ആളുകളുടെ പ്രാർത്ഥനയും സാമ്പത്തികവും സാന്നിധ്യം കൊണ്ടുമുള്ള സപ്പോർട്ടുമാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരു സ്ഥാപനം, ഒരു ആലയം കൊണ്ടുമടക്കാൻ ഒരു നേതൃത്വം വേണം. അതിന് പല വിങ്ങുകളുണ്ട്. ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. ഇതുപോലെ ഒത്തിരി ഒത്തിരി ഇടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവജനത്തിന് സത്യസുവിശേഷം പകർന്നു കൊടുക്കുവാൻ വേണ്ടി എവിടെയൊക്കെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ചുമതല വ്യക്തിപരമായി എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിണങ്ങിയ സന്തോഷമില്ലല്ലോ മുഖത്ത്. കാര്യം പറയുമ്പോ അങ്ങനെയാ. സന്തോഷമുള്ളത് മാത്രം പറഞ്ഞാൽ നടക്കുവോ? നിങ്ങളെ ബോധ്യത്തിലേക്ക് എത്തിക്കേണ്ടേ. നമ്മൾ ആരാന്ന് ചോദിച്ചു. നമ്മൾ ആരാന്നാ പറയൊന്ന് പറഞ്ഞേ. നമ്മൾ ആരാ? പേടിയായ ക്വിസ് പ്രോഗ്രാം ഒന്നുമല്ല, മാർക്കും ഒന്നുമില്ല. പറയേ, നമ്മൾ ആരാ? ദൈവമക്കളാന്ന് പറയാ അറിയില്ല. അപ്പൊ അങ്ങനെയല്ലേ? ആരാന്നറിഞ്ഞാലല്ലേ എവിടേക്കാ പോവാന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആരാ പ്രിയപ്പെട്ടവരെ? ദൈവമക്കളാ. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം പറയുകയാ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാട്ടിയത്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് ദാനം. അങ്ങനെയാണോ? ആണോ? അങ്ങനെയാണ്. ഞാനൊരു വേറെ വചനം പറയാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനം പറയാ, ശത്രുക്കളെ സ്നേഹിക്കുകയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാകും. മക്കളാണോ? ഇപ്പൊ പറഞ്ഞ ഈ വചനം നമ്മുടെ വ്യക്തി ജീവിതം ഒന്ന് തട്ടിച്ചു നോക്കിയിട്ട് പറഞ്ഞേ, ദൈവമക്കളാണോ? ആവണ്ടേ? ആവണോ? അങ്ങനെയാണെങ്കിൽ എന്തു വേണം? ശത്രുതയൊക്കെ കളയണം. വേദനിപ്പിച്ചവരൊക്കെ അനുഗ്രഹിക്കാൻ പഠിക്കണം. ഇപ്പോഴും അത് പഠിച്ചില്ല. എത്രയോ കൺവെൻഷനാ കൂടിയേ, അടിസ്ഥാന പാഠം ഇപ്പോഴും കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവര്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം ഇങ്ങനെ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹല്ലേലൂയ. ആരാ ഭാഗ്യവതി? ആരാ ഭാഗ്യവതി? തമ്പുരാൻ അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പൊ വിശ്വസിക്കാത്തവരോ? നിർഭാഗ്യവതി. ഒരു സംശയവും വേണ്ട. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പരിശുദ്ധ ബൈബിളിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യമെന്താ, മാർഗമെന്താ, നാം എങ്ങനെയാ നടക്കേണ്ടേ, എങ്ങനെയാ ഇരിക്കേണ്ടേ, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടേ, എങ്ങനെയാ പരസ്നേഹ പ്രവൃത്തി ചെയ്യേണ്ടേ, എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്കറിയില്ല. ബാക്കിയൊക്കെ അറിഞ്ഞാൽ ഇത് മാത്രം. അതുകൊണ്ട് പറഞ്ഞ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം പറഞ്ഞു വെച്ചു, വിശുദ്ധ ലിഖിതം എന്തെന്നോ അതിന്റെ ശക്തി എന്തെന്നോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതം എന്തെന്നോ അതിന്റെ ശക്തി എന്തെന്നോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. നമുക്ക് പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ കുറെ ആളുകൾ വിളിക്കും. 2 കല്യാണം വന്നിട്ടുണ്ട്, അതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയണം.
3 ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഏതിനാണ് പോകേണ്ടതെന്നൊന്ന് പറയണം. 2 വീട് കണ്ടിഷ്ടപ്പെട്ടു. ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും തീരുമാനമെടുക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവര്, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരായുള്ള കുടുംബിനികളും കുടുംബസ്ഥന്മാരും ഇവിടെ കൂടെ ഇരിക്കണേ. 2 പേരും കരം കോർത്ത് പിടിച്ച് തമ്പുരാന്റെ മുൻപിൽ കുത്തിയിരുന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് ഈ വചനം തുറന്നാൽ എന്ത് വേണോന്ന് തമ്പുരാൻ പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെയും പിന്നാലെ മടക്കണ്ട. ഈ ഉത്തരമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൻ മക്കൾക്ക് എഴുതിയ സ്നേഹത്തിന്റെ കത്താന്നാ പറയണേ ഈ പരിശുദ്ധ ബൈബിൾ. പ്രൈസ് ദി ലോർഡ്. നമ്മളതിന് നമുക്ക് ആവശ്യമുള്ളത് മാത്രമല്ലേ വായിക്കുള്ളൂ, അല്ലേ? ഇവിടെ ഈ ബൈബിള് മുഴുവനുമായിട്ട് ഒരു വട്ടമെങ്കിലും വായിച്ചവരുണ്ടെങ്കിൽ കരമുയർത്തുവോ? കരം താഴ്ത്താം. ദൈവത്തിന് 1000 നന്ദി. ഇനി വായിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? പറയേ, കേൾക്കണില്ല. ധ്യാനിക്കണ്ടേ, മനനം ചെയ്യണ്ടേ, അതിൽ ജീവിക്കണ്ടേ? അതൊരു ടാസ്കാ. വചനം എഴുതുന്നുണ്ട് ഒരുപാട് ആളുകൾ. നല്ലത്. അതൊക്കെ ആർക്കും എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല. അത് വലിയ കൃപയാ. പക്ഷേ അത് എഴുതുമ്പോ ഓരോ എഴുത്തിലും ഓരോ വചനമെങ്കിലും എഴുതുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മാംസീകരിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വൻ പരാജയമാവില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. ബൈബിൾ വചനം ദൈവരാജ നിയമം എന്ന് പറയുന്നത് സ്വർഗത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി ഉള്ളത് മുഴുവൻ ജീവൻ പോലും സമർപ്പിക്കണമെന്നുള്ളതാ. പക്ഷെ നമ്മളെന്താ ചെയ്യണേ? ഇത് എഴുതിയ എന്താണ്? ഒന്ന് പറയേ. കിട്ടുക, അല്ലേ? എന്ത് ചെയ്യുമ്പോഴും എന്താ നമ്മൾ ചിന്തിക്കണേ? നമുക്ക് എന്താ? അങ്ങനെയല്ല പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവര്, ജീവിതം മുഴുവൻ വില കൊടുത്ത് നിങ്ങൾ ഓർത്തു നോക്കിയേ. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ എന്താ വന്നേ? പുരുഷനെ അറിയാതെ ഗർഭിണിയാകുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തില് പുരുഷനെ അറിയാതെ ഗർഭിണിയായി നമ്മൾ എന്തെന്നാ പറയാ? പിഴച്ചവളെന്നാ പറയാ. അങ്ങനെയല്ലേ പറയാ? അത് തന്നെ അന്നും ആ കാലഘട്ടത്തിലും കുറെ ആളുകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു വലിയ അപമാനത്തിലൂടെയാണ് പരിശുദ്ധ മറിയം കടന്നുപോയത്. എന്നാൽ സ്വർഗം ഔസേപിതാവ്, നിങ്ങൾ സുവിശേഷം വായിച്ചു നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോ ഔസേപിതാവ് പോലും രഹസ്യത്തിലെ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാ ബൈബിൾ പറയണേ. പക്ഷെ ഒരു പ്രത്യേകത ഔസേപിതാവിനെ പറ്റി ബൈബിൾ പറയാ, അവൻ നീതിമാനാകയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായകയാലും. 2 പ്രത്യേകത ഔസേപിതാവിനെ പറ്റി പറയണേ. ഒന്നെന്താ? അവൻ നീതിമാനാകയാലും അവളെ അപമാനിതയാക്കണമെങ്കിൽ അത് ഏറെ കാരണമുണ്ട് നമ്മുടെ ഔസേപിതാവിന്റെ കയ്യിൽ. പക്ഷെ അതുകൊണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ ഒരു തീരുമാനം മനസ്സിലിങ്ങനെ ഉരുവാകുമ്പോഴാണ് ദൂതൻ വന്ന് പറയുന്നത്, ഔസേപ്പേ നീ ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവളെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടാമെന്ന് പറഞ്ഞപ്പോഴാ ഔസേപ്പിതാവിന് ഹാങ് ഓവറൊക്കെ ഒന്ന് മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ആ കാലഘട്ടത്തില് യഹൂദ നിയമം അനുസരിച്ച് ഇങ്ങനെയൊക്കെ അവിഹിത ബന്ധത്തിലൊക്കെ ഒരു ഗർഭം ധരിച്ചാല് കല്ലെറിഞ്ഞു കൊല്ലണമെന്നാ പറയണേ. അങ്ങനെയൊക്കെ ഇല്ലാതെ കാലഘട്ടത്തിലെ എല്ലാ രാക്ഷസന്മാരും ആ കാലഘട്ടത്തിലുണ്ട്. അതിലൊക്കെ പെടാതെ തമ്പുരാന്റെ വലിയ സംരക്ഷണം ആർക്ക് ലഭിച്ചു? പരിശുദ്ധ മറിയത്തിന് ലഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അങ്ങനെ അമ്മ മാതാവ് ഗർഭിണിയായി ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ആദ്യത്തെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. നമുക്കറിയാം, കൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൂതൻ വ്യക്തമാക്കി. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോ ദൂതൻ എന്താ മറുപടി പറഞ്ഞേ? ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് വരികയും
അത്യുന്നതന്റെ ശക്തി ആവസിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വർഗം പറഞ്ഞ ഈ ദൗത്യം പരിശുദ്ധ അമ്മയിലൂടെ നിറവേറുക എന്ന് അമ്മയ്ക്ക് മനസ്സിലായപ്പോ അമ്മ ഉടനെ സ്വന്തമായി സമർപ്പണം ചെയ്യുകയാണ്. അതാണ് അടുത്ത വചനം. എന്ത്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അത് ചിന്തിക്കാൻ നോക്കിയാല്, അതിന്റെ വരുംവരായ നോക്കാനിരുന്നാൽ ആർക്കും ഒരിക്കലും സമർപ്പിക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അമ്മ മാതാവ് തന്റെ ജീവിതത്തെ ഞങ്ങളുടെ പിതാവിന്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്. അവിടുന്ന് പിടിച്ച സങ്കടങ്ങളും സഹനങ്ങളും പ്രിയപ്പെട്ടവരെ, കൃപ നിറഞ്ഞ മറിയമേ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞതാ, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ? തിരുമുടിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ സങ്കടങ്ങൾ കൂടിയത്? ആണോ? ഒന്ന് പറഞ്ഞേ. അപ്പൊ അങ്ങനെ സങ്കടങ്ങൾ കൂടിയിട്ട് ഇങ്ങനെ ചങ്ക് പൊട്ടി നിൽക്കുമ്പോ ആരെങ്കിലും ചോദിക്കും, കുറെ കാലമായില്ലേ പ്രാർത്ഥിക്കാൻ പോയി തുടങ്ങിയിട്ട്, അപ്പോഴല്ലേ ഇത് കൂടിയും ചോദിക്കുമ്പോ കഴിഞ്ഞു ഡും എടുക്കും. ഇത്രയുള്ള നമ്മുടെ വിശ്വാസം. ചിലപ്പോ വീട്ടിൽ നിന്നാ ചോദ്യം വരിക, ഈ തള്ള എന്ന് പ്രാർത്ഥിക്കാൻ പോയി അന്ന് പിടിച്ച പ്രശ്നമാണെന്ന് പറയും പിള്ളേര്. അതെ, എൻ്റെ അടുത്ത് ഞാൻ കൗൺസിലിംഗ് ഇരിക്കുമ്പോ അമ്മമാര് വന്ന് പറയാ, ഒരു മോൻ അമ്മോട് പറയാ, ഈ വീട്ടിലിനി കുരിശ് രൂപം വെക്കരുത്. കാരണം എന്താ? ഈ കുരിശ് കണ്ടോടത്ത് മുഴുവൻ ഈ തള്ള കൊണ്ടുവരെ കുരിശ് വെക്കും. അന്ന് മൊത്തം കുരിശ് അവിടെ, ഇനി കുരിശ് ഇവിടെ എനിക്ക് കാണരുതെന്ന് അവനങ്ങോട്ട് പ്രഖ്യാപിച്ചു. അമ്മ എന്നെ വിളിച്ചു, മോളെ എന്താ ചെയ്യണ്ടേ? കുരിശ് വെച്ച പ്രശ്നമാണെന്ന് അവൻ പറയണേ. അപ്പൊ അമ്മയ്ക്ക് ആ ഒരു ബോധമുള്ളൂ. ഞാൻ പറഞ്ഞു, കുരിശ് രക്ഷയാന്ന് മോനോട് പറയേ. എന്നിട്ട് അവന് പറ്റില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ പറയാൻ പറഞ്ഞു. പിന്നെ ഞാൻ ചെന്ന് കണ്ടു, അമ്മ പറഞ്ഞാലും തന്നെ കേൾക്കണം മക്കളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം പുറത്തുനിന്നുള്ളവർ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഇവിടെ മക്കളിപ്പോ എങ്ങനെയാ? ഇപ്പൊ ഈ വെക്കേഷനിലെ പിള്ളേരെ മൊത്തം പ്രാർത്ഥിക്കാൻ കൊണ്ടിരിക്കാവും. അവരുടെ പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന് തെറ്റായ സ്നേഹബന്ധം, രണ്ട് ഫോൺ അഡിക്ഷൻ. ഇല്ലേ? ആരും മിണ്ടണില്ലല്ലോ കർത്താവേ. അങ്ങനെയൊക്കെ ഉണ്ട് പിള്ളേരിപ്പോ. ആർക്കും ആരോടും മിണ്ടാൻ സമയമില്ല. കാരണം എന്താ? മുറിയെ കടക്കുക, വാതിലടക്കുക, ഈ ഫോൺ തോണ്ടുക. ഇനി വെറുതെ ഇരിക്കുമ്പോഴും ചോറ് കൊണ്ടുമ്പോഴും കാപ്പി കുടിക്കുമ്പോഴും ഒക്കെ എന്താ തോണ്ടണേ? വലിയൊരെണ്ണം മുറം പോലത്തെ മേടിച്ചും കൊടുത്തിട്ടുണ്ട്. അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല, അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് പിന്നെ അറിയാം, അമ്മമാർക്ക് അറിയില്ല. തലരിച്ചു പിടിച്ചു നിൽക്കണേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം കൃപാപൂർവമായി മാറിയത് ജീവിതത്തിൽ ദൈവ പദ്ധതിക്ക് വേണ്ടി വില കൊടുത്തപ്പോൾ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളും ദൈവത്തിനു വേണ്ടി നിന്ന് കൊടുക്കുമ്പോൾ, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ സങ്കടങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനം പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. എന്തുണ്ടാകും? നഷ്ടധൈര്യരാകരുത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, തമ്പുരാൻ എന്താ പറഞ്ഞേ? നോട്ടുമാല തരാന്നല്ല പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഞെരുക്കമുണ്ടാകും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ഉം 5-ഉം വചനം പറയാം, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നു, സഹനത്തിന്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സങ്കടങ്ങളിലൂടെ നിങ്ങളെയും എന്നെയും കടത്തിവിടുമ്പോൾ, അതാ എങ്ങനെയുള്ള ആളുകളെ കടത്തിവിടണേ? ദൈവത്തിന് സ്വീകാര്യരായവരെ മാത്രമാണ് സങ്കടങ്ങളിലൂടെ കടത്തിവിടുന്നുവെന്ന് തിരുവചനം നമ്മളോട് ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഏതെങ്കിലുമൊക്കെ സങ്കടങ്ങളാല് അസ്വസ്ഥമായിട്ട് കടന്നു വന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വചനം പറയുക, നമ്മള് ദൈവത്തിന് സ്വീകാര്യരാ. ഈ സങ്കടങ്ങൾ നമ്മെ നശിപ്പിക്കാനല്ല പ്രിയപ്പെട്ടവരെ, നമ്മെ ഷാർപ്പൻ ചെയ്യാനാ, ശുദ്ധീകരിക്കാനാ, അവന്റെ കരങ്ങളിലെ വഴക്കമുള്ള ഉപകരണമായി ദൈവരാജ്യത്തിന് വേണ്ടി നാം ഉപയോഗിക്കാനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകം മക്കൾ സങ്കടപ്പെടുന്നത് അന്യായ പീഡനങ്ങളാ. എന്തോരം നല്ലത് ചെയ്താലും ഒരു കുഞ്ഞിക്കുറവ് വന്നാൽ എന്താ സംഭവിക്കുക? അത് മൊത്തം കളഞ്ഞ് ശപിച്ച് വർത്താനം പറയുമ്പോൾ തകർന്നു പോവുക. ഒരു യുഗം, ഒരു ആയുസ് മുഴുവൻ കുടുംബത്തിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് നിലകൊണ്ടിട്ട് ഇന്ന് ഒന്നുമല്ലാതെ മാറ്റിക്കളയുമ്പോൾ, ഒന്നും ചെയ്യാത്തവർക്ക് എല്ലാ അവകാശവും കൊടുക്കുമ്പോൾ തകർന്നു പോകുന്ന ജീവിതങ്ങൾ ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും നിഷ്കളങ്കമായി നന്മ മാത്രം ആഗ്രഹിച്ച് ചില മേഖലകൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി നിലകൊണ്ടിട്ട് ഇന്ന് എല്ലാ കുറ്റാരോപണങ്ങളും ഈ നിന്നവന്റെ മേത്ത് കൊണ്ടുവെക്കുമ്പോ തകർന്നുപോയ ജീവിതങ്ങൾ ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
വചനം പറഞ്ഞു വെക്കുന്നു പ്രിയപ്പെട്ടവരെ. 1 പത്രോസ് 2-ാം അധ്യായം 19-20 വചനം പറയുക, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, ന്യായമായ പീഡന വേറെയുണ്ട്. വചനം പറയുന്നു, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ദൈവചിന്തയോടെ, ദൈവ പദ്ധതിയാണെന്ന് മനസ്സിലാക്കണം. ക്ഷമാപൂർവം സഹിക്കണം. ക്ഷമിച്ചാലേ സഹിക്കാൻ സാധിക്കൂ. അപ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും. ഏതെങ്കിലുമൊക്കെ മേഖലയിലെ നമ്മൾ കൂടെ കൊണ്ടു നടന്നിട്ട് ചങ്ക് പറിച്ചു കൊടുത്ത് കൊണ്ടു നടന്ന മനുഷ്യരെ ചതിച്ച് പറ്റിച്ച് നിങ്ങളെ വഞ്ചിച്ച് പിന്മാറിയിട്ടുണ്ടെങ്കിൽ ശപിക്കരുത് പ്രിയപ്പെട്ടവരെ, ശപിക്കരുത്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. കാരണം അതിലൂടെ അനുഗ്രഹം തരാൻ, നിന്നെയും നിന്റെ കുടുംബത്തെയും ഒന്ന് ശുദ്ധീകരിക്കാൻ സ്വർഗത്തിന് നിക്ഷേപമാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരപ്പെടാൻ സ്വർഗം ആഗ്രഹിക്കുകയാ. അതുകൊണ്ട് ചതിച്ചവനെയോ ചതിച്ചവന്റെ പക്ഷക്കാരെയോ നോക്കി അസ്വസ്ഥമാകേണ്ട. ദൈവവചനവും ദൈവ പദ്ധതിയും നോക്കി ശാന്തമായി സമർപ്പിച്ചാൽ മാത്രം മതി. അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില മനുഷ്യരെ എന്നും തഴഞ്ഞു കളയും, ഒറ്റപ്പെടുത്തും, കുടുംബത്തിൽ ഒറ്റപ്പെടുത്തും, കൂട്ടായ്മ പോയി ഒറ്റപ്പെടുത്തും. ചില ചേച്ചിമാരുടെ ചേട്ടന്മാരുടെ സങ്കടങ്ങളാ. ചേച്ചി ഏറ്റവും നന്നായിട്ട് ഒരു വേതനവും മേടിക്കാതെ ഉത്തരവാദിത്തങ്ങൾ വൃത്തിയായി വെടുപ്പണി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ ആർക്കും കണ്ടുകൂടാ. എന്നെ കൂട്ടായ്മയിൽ കൂട്ടാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതിൽ കൂട്ടാൻ ആർക്കും താല്പര്യമില്ല. ഞാൻ വരുമ്പോ എല്ലാവരും വേറെയായി. അതുവരെ ഒരു ഭയങ്കര വർത്താനാവും. എന്തൊരു വേദനാജനകം നോക്കിയ പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ല മനസ്സിലാവണ്ട. പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അമ്മ നടന്ന വഴികളെ പറ്റി നമ്മളൊന്ന് ധ്യാനിക്കണം. അങ്ങനെയുള്ള വഴികളിലൂടെ മടക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ ആദ്യത്തെ ശുശ്രൂഷയ്ക്ക് എവിടേക്കാ പോയേ? ഒന്ന് പറയോ? കേൾക്കണില്ല. എലിസബത്തിനെ സന്ദർശിക്കാൻ യൂദയായിലെ മലമ്പ്രദേശങ്ങളുടെ അവൾ തിടുക്കത്തിൽ യാത്രയായി. എങ്ങനെ യാത്രയായേ? ആ ഒരു തിടുക്കം ആത്മാവ് നിറഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച മൊത്തം പനിയായിട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വരെ ഞാനിങ്ങനെ വിറയ്ക്കാം. ഞാൻ എൻ്റെ മോൻ്റെ കൂടി വന്ന് നോക്കണേ. അപ്പൊ അവൻ ചോദിച്ചു, മമ്മിക്ക് നിൽക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, നിന്നുണ്ടായിരുന്നു നേരോടെ. അവിടെ ചെന്ന് തമ്പുരാനല്ലേ നമ്മളെ നടത്തണേ. ഞാൻ ഇന്നും കയ്യും കാലൊക്കെ വരച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുക. എനിക്ക് കാൽമുട്ടിൽ 3 ഓപ്പറേഷൻ കഴിഞ്ഞാൽ മുട്ടുകുത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ മൈക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കൈയൊക്കെ വരയ്ക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, വില കൊടുത്തപ്പോൾ ഞാൻ വന്നു. രാജേട്ടൻ കുറെ നാളായി ഇങ്ങനെ കിടന്ന് വിളിക്കുന്നു. എനിക്ക് വചനം എന്ന് പറഞ്ഞാൽ മാതാവിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളൊരു മിഷൻ കുടുംബമാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്ന് ഉത്തരാഖണ്ഡിലേക്ക് പോകണം. 2 മണിക്ക് പുള്ളി 2 പേരെയും കൊണ്ട് ഒരു മിഷനറിക്ക് വേണ്ടി, മിഷൻ സ്ഥലത്തേക്ക് വേണ്ടി ആരാധന നടത്താൻ പോവാം. അപ്പൊ ചെന്നിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ ഞാൻ വേണമെങ്കിലൊക്കെ എനിക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വിളി വിളിച്ചാലേ ആ വിളിക്ക് യേശു പറയാനാണ് ഇഷ്ടം. എത്ര വില കൊടുത്താലും. ശ്രദ്ധിക്കാമൊന്നും തലകറങ്ങിയിട്ടൊക്കെ ഞാൻ ഇവിടേക്ക് എത്തി. ഹല്ലേലൂയ. ഇവിടുത്തെ ചേച്ചിമാർ എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ മനസ്സിലാക്കുക. അതുപോലെ ഞാനും എനിക്കറിയാവുന്നവരോടൊക്കെ മതി. ഞങ്ങൾക്കൊരു 13 ആരാധനാലയങ്ങളുണ്ട്. അവിടെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് നിൽക്കാനൊരു ബലം കിട്ടാൻ. ദൈവം ആഗ്രഹിക്കുന്നത് പറയാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് എഴുന്നേറ്റ് വന്നാൽ 5 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് തന്നെ. ചാടി എഴുന്നേൽക്ക. എന്തിങ്ങനെ പതുക്കെ പതുക്കെ? ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളെ തുടച്ചു മാറ്റണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ മുദ്രയിടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ തമ്പുരാനെ, ഈ കൂട്ടായ്മയിലേക്ക് ആവശ്യമായ വരദാന ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. സങ്കടങ്ങളെല്ലാം ഒപ്പിയെടുക്കണമേ. നിരാശപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് പ്രത്യാശ നൽകണമേ. യേശുവേ, വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. നിയോഗങ്ങളെ ആശീർവദിക്കണമേ. മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതങ്ങൾ നവീകരിക്കപ്പെടട്ടെ കർത്താവേ. മനസാന്തരം ഉണ്ടാകട്ടെ. നിത്യരക്ഷ ലക്ഷ്യമാക്കി ജീവിക്കാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ. മകതോ, 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 മകതോ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉപരിയാമാ യേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യശോക്ക് പ്രൈസ് ദി ലോർഡ്. ശാന്തമായിട്ടിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കം വരുന്നുണ്ടാ? ഉറക്കം പോയാ? പ്രൈസ് ദി ലോർഡ്. ചാടി ഉത്തരം പറയേണ്ട പ്രിയപ്പെട്ടവരെ. തിരുവചനം നമ്മുടെ ശിരകളിലൂടെ ഇങ്ങനെ ഒഴുകണം. നമ്മളതൊരു ലഹരിയാക്കി മാറ്റാം. മറ്റു ലോകമല്ല നമ്മുടെ ലഹരി. വചനം ലഹരിയായിട്ടും. ഞാൻ ഓർക്കുക, ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 24-ാം തിരുവചനം പറയുക, സർവശക്ത നിനക്ക് ഓഫീർ പൊന്നിനേക്കാൾ വിലയുള്ളതായിട്ട് മാറിയിരുന്നെങ്കിൽ. ഒരു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയൊരു വചന. ആ വചനം ഞാൻ അങ്ങനെ ഹൃദയത്തിലേക്ക് എടുത്തു. പിന്നൊരു ലഹരി തന്നെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൃശ്ശൂര് മാത്രം പോവാൻ അറിയണം. ഞാൻ ഉജ്ജയിനിൽ പോയിട്ട് വന്നു. കഴിഞ്ഞ വർഷം 15 ദിവസം തന്നെ പോയിട്ട് വന്നു. ഹല്ലേലൂയ. എൻ്റെ പിള്ളേര് പറഞ്ഞു, ദൈവമേ എവിടെ എത്തും, എന്തെത്തും, ആര് കണ്ടു? ഞാൻ പറഞ്ഞു, കർത്താവ് കൊണ്ടുപോകണമെങ്കിൽ കർത്താവ് അങ്ങോട്ട് എത്തിക്കുന്നു. ഞങ്ങളൊരു ആരാധനാലയം തുടങ്ങാൻ ഒരു പുതിയ ആരാധനയ്ക്ക് വേണ്ടിയാണ് ശിഷ്യന്മാരെ കൊണ്ട് അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് ഞാൻ മടങ്ങി വന്നു, തന്നെ വന്നേ. അത് കഴിഞ്ഞ് അവർക്ക് അങ്ങനെ അവര് ആ സ്ഥലങ്ങളിൽ അങ്ങനെ കുറെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊന്നും അത് കുറവാവുമല്ലോ. അപ്പൊ നമ്മളൊന്നും പ്രാർത്ഥിക്കാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അവിടുത്തെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ട് ജെറിക്കോ പ്രാർത്ഥന എല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ 4 ദിവസം ജെറിക്കോ പ്രാർത്ഥനയുള്ളൂ. ഉജ്ജയിനിക്കൊക്കെ പോകണമെങ്കിൽ യാത്ര 3 ദിവസം. അപ്പൊ 4 ദിവസത്തേക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 6 ദിവസം യാത്ര ചെയ്യണം. അപ്പൊ ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഫ്ലൈറ്റിന് പോകാന്ന് പറഞ്ഞു. കാശുണ്ടായിട്ടൊന്നുമല്ല, നമുക്ക് യാത്രയ്ക്ക് സമയം കിട്ടാൻ വേണ്ടിയിട്ട്, കുറവ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രിയപ്പെട്ട ഫ്ലൈറ്റിനൊക്കെ പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ രാജേട്ടൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് 2011 ഇസ്രായേൽ പോയിട്ടുണ്ട്. ആ ഒരു പോക്കെ എനിക്കറിയുള്ളൂ. വേറെ ഒരു ഫ്ലൈറ്റ് യാത്ര നമ്മൾ ചെയ്തിട്ടില്ല. അന്ന് നമുക്ക് യാതൊരു ബേർഡനും ഇല്ല. കാരണം ആള് പറയുന്നോട് നമ്മൾ ചെന്ന് നിൽക്കുക, ആള് പറയുന്ന കാര്യങ്ങൾ യാത്രയല്ലേ വേണ്ടു, കൂട്ടുവിസയല്ലേ. 45 ആളുകളുണ്ടായിരുന്നു. ഞാൻ തന്നെയാ പോണേ. എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ വിറയ്ക്കും. എൻ്റെ പിള്ളേരെ കൈ പിടിച്ചാൽ ഞാൻ ആ സാധനത്തുമ്പോൾ കയറുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഞാൻ അവിടെ ചെന്ന് വിറയ്ക്കണത് തന്നിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രാർത്ഥന കൊണ്ട്, കർത്താവ് ഞാൻ നിന്റെ കാര്യത്തിന് വേണ്ടിയല്ല വരണേ, എന്നെ എസ്കലേറ്ററിനൊക്കെ ചാടി കഴിഞ്ഞാൽ എൻ്റെ കൈ പിടിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എസ്കലേറ്റർ എനിക്ക് വേണ്ടു. അന്ന് തൊട്ട് എൻ്റെ ആ പേടി മാറി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയേ. അങ്ങനെ ഞങ്ങളൊരു ജെറിക്കോ പ്രാർത്ഥന എപ്പോഴും കഴിഞ്ഞു പോകുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവം വീട്ടിലെ കുട്ടിയും പട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ ചില വിളികളെ നമ്മളങ്ങട് എല്ലാം മറന്നങ്ങോട് ഓടുമ്പോ തമ്പുരാൻ ക്രമപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ പരിശുദ്ധ മറിയം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആത്മാവ് നിറഞ്ഞപ്പോ ആദ്യം ഇറങ്ങിയത് ശുശ്രൂഷയ്ക്ക. അവളുടെ ഇളയമ്മയ്ക്ക് 6-ാം മാസമാണ് അന്ന് ദൂതൻ പറഞ്ഞിരുന്നു അല്ലേ. അന്ന് പറഞ്ഞു, നിന്റെ വന്ധിയായ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോ എന്താ ആദ്യം സംഭവിച്ചേ? അഭിവാദനം ചെയ്തു എന്നാ പറയുന്നത്. നമ്മളിപ്പോ ഈ പ്രൈസ്തലോടൊക്കെ പറയണില്ലേ, എന്നതുപോലെ അവരുടെ ഭാഷയിൽ ഒരു ഹല്ലേലൂയൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ ഉണ്ടായേ? 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, എലിസബത്തിലും അഭിവാദന സ്വരത്തിലൂടെ എലിസബത്തിലും ഉദരത്തിലെ ശിശുവിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുഞ്ഞ് ഉദരത്തിൽ കുതിച്ചു ചാടിയെന്ന വചനം രേഖപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെ. എങ്ങനെ സംഭവിച്ചേ? അതും പോരാ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പ്രഘോഷിച്ചു എന്നാ പറയണേ. എന്തൊക്കെയാ പറഞ്ഞേ? നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, അതുവരെ ഇതാരായിരുന്നു? ഇടയമ്മയുടെ മോളായിരുന്നു. ഇപ്പൊ എന്താ പറയണേ?
എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് നോക്കിയേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ ഈ കർത്താവിന്റെ അമ്മയെ മനസ്സിലാക്കാൻ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വെറുതെ മാതാവ് മാതാവ് എന്ന് പറഞ്ഞ കാര്യമില്ല. ആത്മാവ് നിറഞ്ഞുകൊണ്ട് അമ്മയെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങൾ താ 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 എന്ന് പറയും. എന്തുകൊണ്ടാ? വ്യാകുലങ്ങളുടെ സഹനങ്ങളുടെ നിറകുടമാണ് പരിശുദ്ധ മറിയം. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഈ സങ്കടങ്ങളൊക്കെ എങ്ങനെ ബാക്കി മാറിപ്പോകും, അങ്ങനെയല്ലേ? ഞാൻ വെറുതെ പറയുന്നതാണോ? സങ്കടങ്ങളെ മാറിപ്പോകണമെന്ന് നമ്മുടെ ആഗ്രഹം. സങ്കടങ്ങളെ രക്ഷാകരമാക്കാനോ കൃപയാക്കാനോ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ നമ്മള് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയണേ. പക്ഷെ പലപ്പോഴും ഞാൻ ഓർക്കും, എത്രയോ മക്കളെ പ്രാർത്ഥിക്കാൻ വരിക, ഒക്കെ മാറിപ്പോണം മാറിപ്പോണം. 28 കൊല്ലായിട്ടും ഭർത്താവിന് മനസാന്തരമില്ല. ഇനിയിപ്പോ ഡൈവേഴ്സ് ചെയ്യാന്ന് പറയാ. വേറൊരു എളുപ്പമല്ല കൂടെ ജീവിക്കാൻ. ചേച്ചി എളുപ്പമല്ല. വായ തുറന്ന ചീത്ത പറയുള്ളൂ. ഒരു ചേച്ചി ഇന്നലെ വിളിച്ച് പറഞ്ഞ, വാ തുറന്ന ചീത്ത വാക്ക് മാത്രം. ഒരു നന്മ അംഗീകരിക്കില്ല. എപ്പോഴും 24 മണിക്കൂർ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിയാനെ കൊണ്ട് ഞാൻ തോറ്റു. 28 കൊല്ലം ഞാൻ ജപമാല ചൊല്ലി. ആ ചേച്ചി പറയാ, സങ്കടം തോന്നി. 28 കൊല്ലം ജപമാല ചൊല്ലിട്ടൊന്നും ഈ മാതാവ് ആരും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇനി പറ്റണേ നമുക്ക് ഡിവേഴ്സിലേക്ക് നോക്കാൻ തോന്നി നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നതാ. പ്രിയപ്പെട്ടവരെ, തളർവാദ രോഗിയുടെ അടുത്തേക്ക് എത്രാമത്തെ കൊല്ലം യേശു കടന്നു വരണേ? 38 വർഷങ്ങൾക്ക് ശേഷം. കേട്ടിട്ടില്ലേ ബൈബിളില്? എത്ര വർഷം? കർത്താവിന് ബോധം ഉണ്ടായിരുന്നില്ലേ? ഈ പാവം 38 കൊല്ലം അതിനെങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ടോ? സ്വർഗീയ കാര്യങ്ങളൊക്കെ ഒരു മിസ്റ്ററിയാണ് പ്രിയപ്പെട്ടവരെ. അത് രഹസ്യമാണ്. സ്വർഗത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മള് കാത്തിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ പരിശുദ്ധ മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ ആ കുടുംബം മുഴുവൻ ആത്മാവിനാൽ പൂരിതരായി എന്ന് വചനം പറയാത്തോ. മാത്രമല്ല, അവരൊക്കെ ആത്മാവ് നിറഞ്ഞ് പ്രഘോഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുവരെ കുട്ടികളില്ലാത്തത് കൊണ്ട് സങ്കടപ്പെട്ടിരുന്ന എലിസബത്തൊക്കെ ഇപ്പോ വലിയ വചന പ്രഘോഷിയായിട്ട് മാറി. ആര് കാരണം? പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ ഒന്നങ്ങോട്ട് പോയതാ പ്രിയപ്പെട്ടവരെ. ആ ഒരൊറ്റ അഭിവാദനം ആ നാടിന്റെ വീടിന്റെ അവിടെയുള്ള ആളുകളുടെ സ്ഥിതിഗതി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു അഭിഷേകം ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് പകരാൻ കണ്ണുകളെ അടയ്ക്കാം, കരങ്ങൾ ഉയർത്താം. ഈ സമയത്ത് കർത്താവേ, പരിശുദ്ധ അമ്മ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിലേക്കും അവളുടെ ഉദരത്തിലെ കുഞ്ഞിലേക്കും ഇറങ്ങ അതേ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ കൂട്ടായ്മയിലെ ദാഹത്തോടെ ഇരിക്കുന്ന, കൊതിയോടെ ഇരിക്കുന്ന, ആത്മാവിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്ന, അമ്മയെ സ്നേഹിക്കുന്ന ഈ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആത്മാഭിഷേകത്താലെ ഈ കൂട്ടായ്മയിലെ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, അന്യായമായ പീഡനങ്ങളാൽ വേദനിച്ചിരിക്കുന്ന മക്കളിലേക്ക്, ജീവിതം മട്ടിപ്പോയ മക്കളിലേക്ക്, നിരാശയിൽ അകപ്പെട്ടു പോയ മക്കളിലേക്ക് പ്രത്യാശയായി, സാന്ത്വനമായി, സന്തോഷമായി, സൗഖ്യമായി, വിടുതലായി കർത്താവേ, ആത്മാവേ ഇടപെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ ആദ്യം പോയത് ഒരു ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ. അവള് പ്രായോ വലുപ്പമൊന്നും നോക്കിയില്ല. അവളൊരു ഗർഭിണിയാണ്, റെസ്റ്റ് വേണമെന്ന് പറഞ്ഞില്ല. ഓടിപ്പോയി ആ ഒരു ശുശ്രൂഷ 3 മാസം, ബൈബിൾ പറയുന്നു 3 മാസക്കാലം അവളുടെ ഇടയമ്മയെ അവള് പരിചരിച്ചു എന്നാണ് വചനം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഗർഭിണിയായി സമയം കഴിഞ്ഞ് പ്രസവിക്കാൻ പോയപ്പോ എന്താ ഉണ്ടായേ? നമ്മളൊക്കെ മാന്യമായി, ഇപ്പൊ പണ്ടത്തെ അമ്മമാരൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ ആവുമ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവും അല്ലെ. നമുക്കൊക്കെ ഈ ഒരു തലമുറയ്ക്കൊക്കെ അത്യാവശ്യം ഒരു ഹോസ്പിറ്റലൊക്കെ കിട്ടി കാണും അല്ലെ. കണ്ടു, ഒരു ഗർഭിണിയായ പെണ്ണ് ലോകരക്ഷകനാ, നിങ്ങൾ ഓർക്കണം. ഈ രക്ഷകനാണെന്ന് ആർക്കും അറിയില്ല. അതിനെ പ്രസവിക്കാൻ ഇടം കിട്ടാണിങ്ങനെ സങ്കടത്തോടെ ഒരുപാട് ഒരുപാട് ഇടങ്ങൾ തട്ടി തട്ടി നടന്നിട്ട് അവസാനം കിട്ടിയത് എന്താ? ഒരു കാലിത്തോളത്താ പ്രിയപ്പെട്ടവരെ. എന്തെങ്കിലും പരാതി പറഞ്ഞ ഇല്ല. കാരണം എന്താ?
ദൈവഹിതത്തിനു വേണ്ടി സമർപ്പണം ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട് അതിനുശേഷം ജീവിതത്തിലേക്ക് വരുന്ന സകല കയപ്പിനെയും എല്ലാ രുചിഭേദമുള്ള സകല വിഭവങ്ങളെയും ദൈവ പദ്ധതിയായി കണ്ട് സ്വീകരിക്കാൻ അമ്മ മാതാവ് പഠിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ സമർപ്പണം പലപ്പോഴും സമർപ്പണമല്ലാത്തത് കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിത പ്രതിസന്ധികളെ നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മയെ സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ യഥാർത്ഥത്തിൽ അമ്മ നടന്ന വഴികളെ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും ചോദ്യം ചോദിക്കില്ല. പോരാ പോരാ എന്ന് പറയുള്ളൂ. ഫൗസ്റ്റീന അമ്മയോട് തമ്പുരാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, സഹനം അത് വിധിയല്ല, നിധിയാണ്. ദൈവസ്നേഹത്തിന്റെ മാനദണ്ഡമാണ്, അളവുകോലാണ് സഹനമെന്ന്. ഒന്ന് പരസ്പരം പറഞ്ഞേ, സഹനം വിധിയല്ല, അത് നിധിയാണ്. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറയേ, ഒന്ന് എളിമപ്പെട്ട് പറയുന്നേ, ഒന്നുകൂടെ പറഞ്ഞേ. ഇത് വിധിയാന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇവിടെ ഇരിക്കണേ? ഞാനല്ല വേറെ ഒരാളാണെങ്കിൽ അതൊക്കെയല്ലേ ചിന്തിക്കണേ, അല്ലേ? ഒന്നും പണ്ടല്ലേ ഇപ്പം ഭയങ്കര അതിലിരിക്കണേ. നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ നമ്മുടെ ശക്തി കൊണ്ടാ സഹിച്ചതെന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരല്ല. ഇപ്പൊ നമ്മളൊക്കെ കേട്ട് കാണും, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു പാട്ട് നമ്മൾ കേട്ടില്ലേ? അച്ഛൻ പാവം സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മറന്ന് എല്ലാം തമ്പുരാന് വേണ്ടി അമ്മയെ പോലെ കാഴ്ചവെച്ചൊരു വൈദികനായതാ. ഒരു ക്യാൻസർ രോഗം വന്നപ്പോ ആ മകന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കിയാൽ, ആ സമയവും സ്നേഹത്തിന്റെ തലോടലുമായി നല്ല വാക്കുകളും ചിന്തകളും ഒരു പാട്ടായി രൂപപ്പെട്ടപ്പോൾ അതൊരു പ്രാർത്ഥനയായിട്ട് അനേകർക്ക് സാന്ത്വനമായിട്ട് മാറി. അതിന്റെ വരികൾ എത്രയോ ആശ്വാസദായകമാണ് പ്രിയപ്പെട്ടവരെ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കേട്ടിട്ടുണ്ടാ? ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. എല്ലാം ഒരു ദിവസം അടങ്ങുന്നേ. എന്നും രാത്രിയില്ല പ്രിയപ്പെട്ടവരെ, നേരം വെളുക്കും. എന്നും വേദനയുണ്ടാവില്ല, ഒരു ദിവസം അതിനൊരു വിടുതലുണ്ട്. ആ അച്ഛന് കിട്ടിയ ഈ വരികള് എത്രയോ ആളുകൾക്ക് ഇതുപോലെ രോഗത്തിന്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും ജപ്തിയുടെയും തെറ്റായ കള്ളക്കേസിലൊക്കെ കുടുങ്ങി തകർന്നിരിക്കുന്ന എത്രയോ മനുഷ്യർക്ക് പ്രിയപ്പെട്ടവരെ ഈ പാട്ടിന്റെ വരികൾ ആശ്വാസമായതെന്നറിയൂ. ആ അച്ഛന് മാത്രമല്ല, ആ തകർച്ചയിലെ ആ രോഗത്തിന്റെ നടുവിലെ സ്വർഗത്തിലെ നല്ല ദൈവം ആ അച്ഛനെ ഈ ഒരു നല്ല വരികൾ കൊടുത്തുകൊണ്ട് എത്ര സ്നേഹത്തോടെയാ ആശ്വസിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തൊരു ആശ്വാസം നോക്കിയേ. അതിന്റെ വരികളൊന്ന് ധ്യാനിച്ചേ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എവിടെയൊക്കെ സങ്കടമുണ്ടോ, എവിടെയൊക്കെ വേദനയുണ്ടോ, എവിടെയൊക്കെ പരാജയമുണ്ടോ, ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയോ, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയോ, ഏതെല്ലാം പരാജയങ്ങൾ നീ കടന്നുപോയോ, ഇത് മുഴുവൻ സ്വർഗത്തിന്റെ പദ്ധതിയായി കണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി എനിക്കും നിനക്കും കാഴ്ചവെക്കാൻ തക്കവിധം വിശ്വാസം വളർന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് മുഴുവൻ കൃപയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലാതെ എന്നെ അവരങ്ങനെ പറഞ്ഞു, അവരെന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു നടന്ന പറഞ്ഞവനെ നോക്കി ശത്രുത പുലർത്തിയാല് ഒരു കൃപയോ വിശ്വാസത്തിലൊരു വളർച്ചയോ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലതരത്തിൽ സങ്കടപ്പെട്ട് വേദനിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ ഇത് മുഴുവൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച് യേശു കുരിശിൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയിലെ, പിതാവേ അവർ ചെയ്യുന്നുവെന്തെന്ന് അവർക്കറിവില്ല, തമ്പുരാനെ പൊറുക്കണേ. ഇത് തന്നെയാണ് എസ്തഫാനോസും പ്രാർത്ഥിച്ചേ, ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. നമ്മളിത് എന്നാ പഠിക്കുക പ്രിയപ്പെട്ടവരെ? എന്തോരം കുരിശിന്റെ വഴിയാ ചെല്ലിയേ, എത്ര ജപമാലയാ പ്രാർത്ഥിച്ചേ. ഈ അമ്മ മാതാവ് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? സ്വന്തം പുത്രൻ ഈ പീഡാനുഭവത്തിലൂടെ കടന്നുപോയത് മുഴുവൻ സ്വന്തം കണ്ടുകൊണ്ട് ലൈവായി കണ്ട ഒരു അമ്മയല്ലേ? ആ റോമൻ പട്ടാളക്കാരോടോ അതുമല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ഒരു ദേഷ്യം കാണിച്ചോ? ഇത് സ്വർഗത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവഹിതമാണ് നിറവേറേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ ഒരു ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുകളായിട്ട് മാറിയത്. എന്തുകൊണ്ട് 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 എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രമാത്രം കഷ്ടപ്പാട്? എത്രയാ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിക്കാത്ത ആളുകൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പലപ്പോഴും ആരും അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, തെറ്റിപ്പോയി. ദൈവഹിതത്തിനു വേണ്ടിയാ ഞാനും നീയും സഹിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറേണ്ടതിന് വേണ്ടിയാ നമ്മൾ സഹിക്കുന്നത്. ഹല്ലേലൂയ. ജനം എന്തും പറയട്ടെ, അന്നും ജനം പറഞ്ഞു, പലതും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ജനം പറയുന്നത് നമ്മൾ എന്താണെന്ന് വകവെക്കരുത്. സ്വർഗം എന്താണ് പറയുന്നത്, അവിടേക്കാണ് നമ്മുടെ ദൃഷ്ടി പതിയേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കുകയാണ്. ഒരുപാട് അപവാദങ്ങളും അപമാനങ്ങളും കേട്ട് വളർന്നതാ ഞാൻ. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, അതൊക്കെ വലിയ സങ്കടമായിരുന്നു അന്ന്. പക്ഷെ അറിവുണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. തമ്പുരാന്റെ കരങ്ങളിലെ നമ്മളെ ഇങ്ങനെ ഷാർപ്പൺ ചെയ്ത് കൊണ്ടുവരാൻ ചില സങ്കടങ്ങള് വലിയ അഭിമാനിയ. ആ അഭിമാനം കളയാൻ എന്തിലൂടെ കടത്തിവിടണം? അപമാനത്തിലൂടെ കടത്തിവിടണം. എന്നെയൊക്കെ നേരിയാക്കാൻ ഏത് വഴിയാന്ന് ആർക്കറിയാം? തമ്പുരാൻ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ചില സങ്കടങ്ങളുടെ കടത്തിവിടുമ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കുറുക്ക് വഴിയാണെന്ന് പിന്നീടാ മനസ്സിലായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളൊക്കെ കഴിഞ്ഞ 30 ദിവസം അടി ദേവരാജ്യ വരയില വചന പ്രഘോഷണം കൗൺസിലിംഗ് ഇപ്പൊ മിഷൻ കുടുംബം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിങ്ങനെ തമ്പുരാന് വേണ്ടി നടക്കുമ്പോ ഈ അപ്പുറത്തുള്ള ആളുകൾ ദഹിക്കോ അത്? അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവരൊക്കെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ ദൈവം നമുക്കൊരു കൃപ തന്നു, ഒരു കരുണ തന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ പറഞ്ഞവരൊക്കെ ശത്രുക്കളായി കൊണ്ടുപോടുന്ന തമ്പുരാന് വേണ്ടി ജീവിക്കാൻ പറ്റോ? സങ്കടങ്ങളെ കൃപയാക്കാൻ പറ്റോ? പരിശുദ്ധ അമ്മയെ പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റോ? അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മുഴുവൻ വേദനയും എന്ന് പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെ ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ പറയുന്ന 3 കാര്യം എന്താ നിങ്ങൾക്കറിയോ? പശ്ചാത്തപിക്ക്, പരിഹാരം ചെയ്യേ, പ്രാർത്ഥിക്കുക. 3 കാര്യ. കാരണം എന്താ? ഇന്നും പശ്ചാത്താപം നടക്കുന്നില്ല എന്നുള്ളതാ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന തീഷ്ണത ഇപ്പൊ ഉണ്ടോ? അതുകൊണ്ടാ വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം പറഞ്ഞ ആദ്യമുള്ള സ്നേഹം നീ കൈവിടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ആരും തികഞ്ഞവരല്ല. പക്ഷെ തെറ്റുപറ്റിയെന്ന് ഏറ്റു പറയാനും ഒരു സോറി പറയുവാനും നമുക്ക് എന്തേ സാധിക്കാത്തത്? നമ്മുടെ കുടുംബങ്ങൾ നിങ്ങളൊന്നെടുത്തേൻ. ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കേണ്ട കുടുംബമല്ലെന്ന് ഏറ്റവും കൂടുതൽ ഭിന്നതയും ഭിന്നിപ്പും കലഹവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോരുത്തര് എല്ലാ കുടുംബം അങ്ങനെയാണെന്നല്ല പറയണേ, ഓരോ വഴിക്കാ പ്രിയപ്പെട്ടവര്. അങ്ങനെ പോയാല് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പൂർണ്ണത ലഭിക്കുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമപ്പെടാം പ്രിയപ്പെട്ടവരെ. തെറ്റുപറ്റിയാല് സോറി, തെറ്റുപറ്റി, ഒരു വാക്കുകൊണ്ട് തെറ്റുപറ്റിയാല്, എന്റെ വാക്ക് മറ്റൊരു വ്യക്തിക്ക് വേദനയായിട്ട് മാറിയെങ്കിൽ ഒരു സോറി പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ജെയിംസ് എന്ന ആളുടെ കൂടെ വരേണ്ടത് ആളെ ഞാൻ പറഞ്ഞു ഉത്തരാഖണ്ഡിൽ പോകാൻ നിൽക്കുന്നതുകൊണ്ട് വന്നില്ല. ഞാനിന്ന് മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ മുൻപില് ഒരു വചനം പറയാൻ വരികയല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചു തരാൻ പറഞ്ഞു. എന്നും അങ്ങനെ തന്നെയാണ് പോകുമ്പോൾ പോകാറ് കേട്ടോ. ആളുണ്ടാവാറില്ല, സ്ഥലത്ത് ഉണ്ടാവാറ്. ഞാൻ മുട്ടുകുത്തി എന്നെ കൊണ്ടുവന്ന് മകനാ വന്നേ. അദ്ദേഹത്തിന് ഇത്രയും തിരക്കുള്ളതുകൊണ്ട് ഞാൻ മുട്ടുകുത്തി ആ കൈവപ്രാതം വാങ്ങിയിട്ടാണ് ഞാൻ വന്നേ. ഒരു കുടുംബവും പല നിരാശങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ടാവും അല്ലേ. ഏതെങ്കിലും ഒരു അസ്വസ്ഥത നമ്മുടെ വചനത്തെ ബാധിക്കരുതെന്ന് കരുതി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തുതി കൊടുത്തിട്ടാ പ്രിയപ്പെട്ടവരെ വന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റു പറ്റരുത് എന്നല്ല, പറ്റാതെ നോക്കണം. പറ്റിയാൽ പറ്റിയെന്ന് ഏറ്റുപറഞ്ഞ് സോറി പറഞ്ഞ് അനുതാപത്തോടെ അനുരഞ്ജനത്തോടെ വീണ്ടും ചേർത്ത് പിടിക്കാൻ സാധിക്കുമ്പോഴാണ് കുടുംബം ഇമ്പമുള്ളതായിട്ട് മാറുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ പ്രസവിച്ചു, ഒരു പുൽത്തൊട്ടിയിലേക്ക് കിടത്തി. നമുക്ക് വചനങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഉണ്ണിയേശുവിനെ ശമയോന്റെ കരങ്ങൾ സമർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് പോയപ്പോ അവിടെ വെച്ച് നമ്മുടെ ശമയോൻ പറഞ്ഞ 1-2 വാക്കുകളുണ്ട്. ആർക്കെങ്കിലും അറിയോ അത്? മാതാവിനോട് 1-2 സങ്കടമുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടാ? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളോടൊക്കെ അങ്ങനെ ഏതെങ്കിലും പ്രവാചകന്മാർ, അച്ഛന്മാരെ, കന്യാസ്ത്രീമാർ ഒരു വാള് കിടക്കും, ഒരു സഹനം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഉറങ്ങുമോ? അങ്ങനെ ആ കേട്ട ആ വാൾ അനുഭവം ഏതാണെന്ന് അങ്ങനെ ധ്യാനിക്കാനൊന്നും പരിശുദ്ധ അമ്മ പോയില്ല. കാരണം എന്താ? ഞാൻ എന്നെ തമ്പുരാന് കൊടുത്തിട്ടുണ്ട്. ഇനി ദൈവം അറിയാണ്ട് ഒന്നുമില്ല. എന്താണെങ്കിലും ദൈവം കാത്തുകൊള്ളുമുള്ള ആ വലിയ
വിശ്വാസം പരിശുദ്ധ അമ്മയ്ക്കുള്ളത് കൊണ്ട് അതിനെപ്പറ്റി ഒന്നും വലിയ വ്യാകുലം കണ്ടില്ല. വാൾ കടക്കുന്നു. ശിമൻ മറ്റൊരു കാര്യം പറഞ്ഞു. ഈ യേശുക്രിസ്തുവിനെ, ഉണ്ണി യേശുവിനെ കയ്യിലെടുത്തൊരു വാക്ക് പറഞ്ഞു, രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. കേട്ടിട്ടുണ്ട് അങ്ങനെ? യേശുവിനെ കയ്യിലെടുത്ത് എന്താ പറഞ്ഞേ? രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എത്രയോ നാളായി പരിശുദ്ധ കുർബാന കരങ്ങളിലെടുത്ത് അധരങ്ങളിലെടുത്ത് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഇനിയും രക്ഷ കണ്ട പ്രിയപ്പെട്ടവരെ? കണ്ടോ? മിണ്ടണില്ല. എല്ലാവരും മുഖത്തും സങ്കടമായി. സങ്കടപ്പെടാനല്ല പറഞ്ഞ്, കുറച്ചും കൂടി ബോധ്യത്തോടെ, യോഗ്യതയോടെ, ഒരുക്കത്തോടെ ഈശോയെ സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ അനുഭവം, ദിവ്യകാരുണ്യ അനുഭവം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാല് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്നു പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, നമ്മുടെ ഓരോ ജീവിതങ്ങളും അമൂല്യമായിട്ട് സ്വർഗം കാണണേ. ഈ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും നികത്താൻ അമ്മയ്ക്ക് സാധിക്കും. അതൊക്കെ ഒന്ന് നികത്തി വൃത്തിയാക്കിയിട്ടാണ് അമ്മ മോന് കൊടുക്കുക. അതുകൊണ്ടാണ് ഈ അമ്മയുടെ പിന്നാലെ മടക്കണേ. അമ്മയുടെ വിരൽ തുമ്പ് പിടിച്ച ഒരു വ്യക്തിയെയും അമ്മ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല. നമ്മൾ എത്രയും ഇന്ത്യയുടെ മാതാവ് അങ്ങനെയല്ല പ്രാർത്ഥിക്കണേ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മയല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആരെ അനുഗ്രഹിക്കണേ? സ്വർഗം, ദൈവമാണ് അനുഗ്രഹിക്കണേ. ലുത്തിനിയിലൊക്കെ നമ്മൾ എന്താ പ്രാർത്ഥിക്കണേ? ആദ്യം എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക? കർത്താവെ അനുഗ്രഹിക്കണേ, മിശിഹായെ അനുഗ്രഹിക്കണേ. മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധത്വമേ, പരിശുദ്ധ മറിയമേ. അപ്പൊ പിന്നെ എന്താ മറുപടി? ഞങ്ങൾക്ക് വേണ്ടി തെറ്റുപാടില്ലേ? നമ്മൾ തെറ്റ് ഈ കാലഘട്ടങ്ങളിൽ അറിവില്ലാണ്ട് കുറെ ആളുകൾ ഇങ്ങനെ അമ്മ അമ്മ അമ്മ. അമ്മയൊക്കെ നല്ലതാ, പക്ഷെ അമ്മയ്ക്ക് നമ്മൾ ഉയർന്ന വണക്കം കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ. അമ്മ മധ്യസ്ഥയാണ്. അമ്മയുടെ മാധ്യസ്ഥം വളരെ ശക്തവുമാണ്. സ്വർഗം അനുവദിച്ചു തന്നത് നമുക്കത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിനോട് ചേർന്ന് ജീവിക്കുന്ന ജീവിതങ്ങളിലെ 5 പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവൻ പറയുന്നത് ചെയ്യാൻ നമ്മെ പരിശീലിപ്പിക്കാവുന്ന ടീച്ചറാണ് പരിശുദ്ധയമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയെ സ്നേഹിക്കുന്ന ആളുകളിൽ ഉണ്ടാകേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 1, അമ്മയെ സ്നേഹിക്കുന്നവരെ, അമ്മയുടെ ജപമാല ചൊല്ലി അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരെ സഭയെ സ്നേഹിക്കും പ്രിയപ്പെട്ടവരെ. സഭാ പ്രബോധനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? സഭ നമ്മുടെ അമ്മയാ. സഭ ആരാ? സഭ അമ്മയാ. നമുക്കറിയാം, ഓരോ ദേവാലയത്തിലും ഇരിക്കുന്ന മാമോദിസ തൊട്ടിയുണ്ട്. അത് നമ്മുടെ സഭയാകുന്ന അമ്മയുടെ ഗർഭപാത്രമാണെന്ന സഭാപിതാക്കന്മാരെ വിശേഷിപ്പിക്കുക. അനുദിനവും ആ സഭയാകുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്രയോ ദൈവമക്കളാണ് മാമോദിസായിലൂടെ ജനിച്ചു വീഴുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും സഭയെ സ്നേഹിക്കും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കും, സഭയോട് ചേർന്ന് നിൽക്കും, സഭാ പ്രബോധനങ്ങളെ അനുസരിക്കും, സഭാ നേതാക്കന്മാരെ, സഭാ അധികാരികൾക്ക് വിധേയപ്പെടും. ഹല്ലേലൂയ. അതാണ് അമ്മയെ സ്നേഹിക്കുന്ന മക്കളുടെ ആദ്യത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം, സഭ അമ്മയെ സ്നേഹിക്കുന്ന മക്കള് സ്നേഹത്തിന്റെ നിറകുടങ്ങളായിരിക്കും പ്രിയപ്പെട്ടവര്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം പറയുകയാണ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങള്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയട്ടെ. ഹല്ലേലൂയ. അപ്പൊ സ്നേഹമില്ലാത്ത ഒരു പ്രാർത്ഥനയും, ജപമാലയായിക്കോട്ടെ മറ്റേതു പ്രാർത്ഥന ആയിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് അത് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ പറഞ്ഞത്, സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും അതിജീവിക്കുന്നു, സകലത്തെയും വിശ്വസിക്കുന്നു. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 29-ാം തിരുവചനം പറയുക, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹനം ഒരു അനുഗ്രഹമാണെന്ന് ഇതാ വചനം സാക്ഷ്യപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്നേഹം എവിടെയുണ്ടോ അവിടെ സഹിക്കാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും, അനുസരിക്കാൻ പറ്റും, നിശബ്ദമാകാൻ പറ്റും.
കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. 2 കാര്യങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മൂന്നാമത്തെ ഗുണമാണ് കൗദാശിക ജീവിതങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. നിത്യരക്ഷ ലക്ഷ്യമാണെന്ന് കുടുംബം മുഴുവൻ വിളിച്ചു പറയും. നാം ഓരോ കൂദാശയിൽ പങ്കെടുക്കുന്നത്, കുമ്പസാരിക്കുന്നത്, പരിശുദ്ധ കുർബാനയിൽ അണയുന്നത് പ്രിയപ്പെട്ടവരെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാ. ഏതെങ്കിലും ഒരു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ. നാം കേൾക്കുന്ന വചനവും നാം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയും നമ്മുടെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. അമ്മയെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയേണ്ട മൂന്നാമത്തെ കാര്യം, ഒരു കുർബാന പോലും മുടങ്ങരുത് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ഒരുവനും നിത്യജീവനില്ല. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 11-12 വചനം പറയുകയാ, അവിടുന്ന് നമുക്ക് നിത്യജീവൻ നൽകി. അത് തന്റെ പുത്രനിലാണ് നിത്യജീവൻ. പുത്രനെ സ്വന്തമാക്കിയവൻ നിത്യജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് നിത്യജീവനില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന സ്വീകരണം യോഗ്യതയോടെ ഇല്ലാത്ത ആർക്കും തന്നെ സ്വർഗം സ്വന്തമാക്കാൻ സാധിക്കുകയില്ലെന്ന് വചനം പറഞ്ഞു വെക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ശ്വാസോച്ഛ്വാസം പോലെ ആയിരിക്കണം. ഒരു നിമിഷം നമ്മൾ നമ്മുടെ മൂക്കൊന്ന് പൊത്തിപ്പിടിച്ച് സെക്കൻഡ് പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ പ്രാർത്ഥനയില്ലാത്ത ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്നും ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കണമെന്നല്ല പറയുന്നത്. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും എവിടെയൊക്കെ ആയിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ്, പ്രാർത്ഥനയോടെ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നാം രൂപപ്പെടുത്തിയിരിക്കണം. അതാണ് പരിശുദ്ധ അമ്മയോട് സ്നേഹമുള്ള മക്കളുടെ പ്രത്യേകത. പ്രാർത്ഥന ശ്വാസോച്ഛ്വാസം പോലെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയിൽ ഒരിക്കലും മാന്യം സംഭവിക്കരുത്. ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. ഇപ്പോൾ വിചാരിച്ച പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആദ്യമൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പൊ എന്തോ ക്ഷീണം വരുന്നു, ഉറക്കം വരുന്നു, അലസത വരുന്നു, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും. നമ്മുടെ മോൻ ICUവിൽ വണ്ടി ഇടിച്ച് കിടക്കുകയാണെങ്കിൽ ഉറങ്ങോ? അതിന്റെ ഉള്ളു തടണം അല്ലേ, ഉള്ളു ചൂടണം അല്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു എന്ന് വചനം പറയാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാ അവന്റെ മുറിവും അവന്റെ സകല ക്ഷതങ്ങളും. അവന്റെ ക്ഷതങ്ങളാ നമ്മുടെ സൗഖ്യം പ്രാപിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വീട്ടിൽ പോയിട്ട് 53-ാം അധ്യായം നിർത്തി വായിച്ചോളോ. നമ്മൾ സങ്കടപ്പെടും. ഞാനും നിങ്ങളും ചെയ്ത മുഴുവൻ പാപത്തിന്റെയും പരിഹാരം സ്വന്തം ശരീരത്തിലെ ഏറ്റുവാങ്ങി പാപമില്ലാത്തവൻ പാപപരിഹാര ബലിയായി മാറി. പ്രിയപ്പെട്ടവരെ, അവന്റെ പരിശുദ്ധ രക്തത്തിന്റെ വിലയാ എന്റെയും നിന്റെയും വിലയെന്ന് പറയുന്നത്. ആ വില അശുദ്ധമാക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യനെ എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിലെ വളർച്ച ഉണ്ടാവുക? എങ്ങനെയാണ് അമ്മയോട് ചേർന്നേക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 4-ാമത്തെ ലക്ഷണമാണ് ശ്വാസോച്ഛ്വാസം പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ജപമാലയൊന്നും കയ്യിൽ നിന്ന് എടുക്കണ്ടെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചില അമ്മച്ചിമാരെ, എൻ്റെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു. ഇങ്ങനെ പണിയെടുക്കുമ്പോൾ പാട്ടുപാടി യേശുവേ നന്ദി, അത് മതി. നിങ്ങളിപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവും കേട്ടോ. ഞാൻ അതിനൊന്നും എതിരല്ലേ. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മുന്നോടിയായി പറഞ്ഞതാന്ന് മാത്രം. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചും പാട്ടുപാടിയും ഒക്കെ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരേ വരി പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കും. കാരണം ഒരിക്കലും മനസ്സ് എംറ്റി ആയിട്ട് എന്ത് വരും? ചിന്തകളിങ്ങനെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളുണ്ട് അല്ലേ? അതിങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കുക. അതിന് നമ്മൾ ഇടകൊടുക്കാറില്ല. നമ്മളിങ്ങനെ പാട്ടുപാടിയും ദൈവത്തെ സ്തുതിച്ചും സങ്കടങ്ങളെ പ്രതി, അപമാനങ്ങളെ പ്രതി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പ്രതി, രോഗപീഠകളെ പ്രതി കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ നടക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പ്രാർത്ഥനാ ശൈലി അമ്മയുടെ മക്കൾക്ക് ഉണ്ടാകണമെന്ന് സ്വർഗം ആഗ്രഹിക്കുക. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാവണമെന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാമത് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥിച്ചും കുദാശകൾ സ്വീകരിച്ചും വചനം വായിച്ചും ധ്യാനിച്ചും നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരുങ്ങണേ? പരസ്നേഹ പ്രവൃത്തിയിലൂടെ ഈ ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നന്മ ചെയ്യാത്ത, ഒരു കരുണ കാണിക്കാത്ത ഒരു ദിവസം പോലും ജീവിതത്തിൽ ഉണ്ടായാൽ അന്ന് അത്താഴം കഴിക്കരുതെന്നാണ് ചാവറ പിതാവ് പറഞ്ഞു വെച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നന്മയോ ഒരു കരുണയുടെ പ്രവൃത്തിയോ ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ അത്താഴം കഴിക്കരുതെന്ന് ചാവറ പിതാവ് വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞ്. ഒരു ദൈവത്തിന്റെ അരൂപിയോട് ചേർന്ന് ജീവിക്കുന്ന, ദൈവാത്മാവിനാൽ നയിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയ്ക്ക് ഒരു നന്മ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യാതിരിക്കാൻ
സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അമ്മ മാതാവിന്റെ മക്കള് ഇങ്ങനെയുള്ള സുഹൃതങ്ങളാൽ നിറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജപിക്കുന്ന ഓരോ ജപമാല മണികളും നന്മയുള്ളതായിട്ട് നമ്മുടെ ജീവിതങ്ങളെ മാറ്റും. എത്രയോ നാളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന്. നന്മ നിറഞ്ഞ എന്നിട്ട് ഒരു ഓപ്ഷൻ തരാം, വല്ലപ്പോഴും, ചിലപ്പോഴും, എല്ലായ്പ്പോഴും. ഏതാ റൈറ്റ് ഇടാ? വ്യക്തിപരമായിട്ട് പറയാൻ വിഷമം അല്ലെ, മനസ്സിൽ പറഞ്ഞാൽ മതി. പക്ഷെ എല്ലായ്പ്പോഴും വരുമ്പോഴേ ആ ഒരു പൂർണ്ണത കൈവരികയുള്ളൂ. തമ്പുരാൻ കർത്താവ് പറഞ്ഞു, നമ്മളിങ്ങനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് മാത്രം ഒന്നും ആവില്ല. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യം പ്രവേശിക്കുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യം പ്രവേശിക്കുക. അമ്മ മാതാവ് നമ്മളോട് ഇന്ന് പറയുന്നത്, സ്വർഗത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയ ജീവിതം അർപ്പണം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം വ്യാകുലങ്ങളിലൂടെ, വാളനുഭവങ്ങളിലൂടെ, തീച്ചൂളയിലൂടെ കടന്നുപോയൊരമ്മ ലോകത്തിൽ വേറെയില്ല. പ്രിയപ്പെട്ടവരെ, ആ അമ്മയെ കുരിശിൽ വെച്ചുകൊണ്ട് പൊന്നുതമ്പുരാൻ നമുക്ക് അമ്മയായി തന്നു. നമ്മൾ നമ്മുടെ അമ്മയെ ആർക്കെങ്കിലും കടം കൊടുക്കുവോ? വേറൊരാൾ അമ്മ എന്ന് വിളിച്ചാൽ പോലും ഒരു കുശുമ്പുള്ളിൽ വരില്ലേ? വരുവോ? എന്നാൽ ദൈവം തൻ്റെ അമ്മയെ മാനവ വംശത്തിന് യോഹന്നാൻ നൽകിക്കൊണ്ട് അമ്മയായി തന്ന സ്വർഗ സമ്മാനമാണിത് പരിശുദ്ധ അമ്മ. ഈ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധിയോടെ ജീവിക്കണം പ്രിയപ്പെട്ടവരെ. 1 പത്രോസ് 1-ാം അധ്യായം 15-ാം തിരുവചനം പറയാ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ഈ ഒരു ഓർമ്മ നമുക്ക് വേണം. നേരത്തെ ഇവിടെ ദിവ്യകാരുണ്യ ആരാധന ചെയ്തു. നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിച്ചേ? പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. അത് പരിശുദ്ധമാണ്. നമ്മളെ വിളിച്ചവൻ പരിശുദ്ധനായതുകൊണ്ട് എല്ലാ പ്രവൃത്തികളിലും നമ്മളും പരിശുദ്ധരാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ദൈവം ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ദൈവഹിതത്തിന് വേണ്ടി സഹിക്കണം. മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല സഹിക്കേണ്ടത്. തമ്പുരാന്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് അപമാനമാണെങ്കിലും, നിന്ദയാണെങ്കിലും, അവഗണനമാണെങ്കിലും, ഒറ്റപ്പെടുത്തലാണെങ്കിലും, ചതിയാണെങ്കിലും, വഞ്ചനയാണെങ്കിലും, സ്വർഗത്തിന്റെ ഇഷ്ടമാണെങ്കിൽ അതിനുവേണ്ടി നിന്നുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. പാതിരോപ്പിയോ എന്ന് പറഞ്ഞൊരു വിശുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമുക്കറിയാം, പഞ്ചശവധാരിയായിരുന്നു അച്ഛൻ. ഏതോ തെറ്റിദ്ധാരണ കൊണ്ട് 2 വർഷം അച്ഛനോട് കുർബാന ചൊല്ലേണ്ട, പുറത്ത് പ്രകടമായ വേദികളിൽ പക്ഷെ കുർബാന ചൊല്ലരുത്, ഉള്ളിലേക്ക് അച്ഛനെ മാറ്റി. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാരണമുള്ളൂ. അച്ഛൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ കാണാൻ വരും. എപ്പോഴും പഞ്ചശതമാണ്. മണിക്കൂറോളം പിടിച്ചിട്ടാണ് പരിശുദ്ധ കുർബാന. കൈ ഇങ്ങനെ ചുറ്റിക്കെട്ടിയിരിക്കും, എപ്പോഴും ഇങ്ങനെ രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്. അനേകം ആളുകൾ ചോദിച്ചു, അച്ഛനെ ഇങ്ങനെ പരസ്യമായിട്ട് കുർബാന ചൊല്ലാൻ അനുവദിക്കാതിരുന്നപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ എന്താ തോന്നിയേ? അച്ഛൻ്റെ പുസ്തകം എഴുതി വെച്ചിരിക്കുക, തല്ലിയാലും തള്ളിയാലും സഭ എൻ്റെ അമ്മയല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. തല്ലിയാലും തള്ളിയാലും സഭ എൻ്റെ അമ്മയല്ലേ. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ കുറച്ചിലുകളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വീട്ടിലൊരു മന്ദബുദ്ധിയായ കുട്ടി ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയത് നമ്മൾ പറയൂ, എൻ്റെ വീട്ടിലൊരു മന്ദബുദ്ധി ഉണ്ടെന്ന് പറയോ? ഇല്ലല്ലോ. അങ്ങനെ കരുതിയാൽ മതി. എൻ്റെ ആയി കാണുമ്പോൾ, എൻ്റെ സഭയായി കാണുമ്പോൾ, എൻ്റെ സഭ എൻ്റെ അമ്മയായി കാണുമ്പോൾ നമുക്കങ്ങനെ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. അമ്മ മാതാവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ പറയുന്നത് വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന ആ പ്രാർത്ഥന നമ്മൾ അമ്മയുടെ മക്കള് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളിൽ ഈ വൈദികർക്കും സന്യസ്തർക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ പ്രത്യക്ഷപ്പെടുന്ന ഓരോ വേദികളിലും പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രാർത്ഥന കൂടി നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.